ഞാനുണ്ടല്ലോ ഓസ്ട്രേലിയ വന്നിട്ട് മറ്റ് രാജ്യങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഓസ്ട്രേലിയ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയയുടെ കാര്യം പറയാം. ഇവിടെ വന്നപ്പം ഇവിടെ പരിചയപ്പെടുന്ന ഒരുമാതിരിപ്പെട്ട ഓസ്ട്രേലിയൻസിൽ പകുതി പേർക്കും മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ റീഡിംഗ് ആണ്. അവർക്ക് ഭയങ്കരമായിട്ട് ബുക്കുകളൊക്കെ വായിക്കും കേട്ടോ. അതിങ്ങനെ നമ്മുടെ പോലത്തെ ബാലരമയും കളിക്കുടുക്കുകയൊന്നുമല്ല. അതല്ലാതെ വലിയ വലിയ ബുക്കുകൾ എനിക്കറിയില്ല, എല്ലാവരും അതങ്ങനത്തെയൊക്കെ വായിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ വലിയ ബുക്കിൻ്റെ കളക്ഷൻസ് തന്നെയുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഈ നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാവരും ഫോണിൽ, പിള്ളേർ മുതൽ ഫോണിലാണ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ഈ ബുക്ക് റീഡിങ് ഇത്രയും വലിയ ഹോബി ആക്കിയേക്കുന്നത്? അതെന്താണ്? അങ്ങനെ ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി എനിക്കതിനുള്ള ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ആ ആൻസറിന് കാരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓസ്ട്രേലിയയിലെ എല്ലാ ഏരിയകളിലും ഇതുപോലെ പബ്ലിക് ലൈബ്രറികളുണ്ട്. ഈ പബ്ലിക് ലൈബ്രറികളിലാണ് എല്ലാവരും വന്നിരുന്ന് അവരുടെ വർക്കുകൾ ചെയ്യുന്നതും. അതുപോലെ ഇവിടെ വളരെ വലിയൊരു എല്ലാ ലാംഗ്വേജിൽ തന്നെയുള്ളതും അതുപോലെ എല്ലാ സബ്ജക്റ്റുകളുമുള്ള ബുക്കുകൾ അവൈലബിളാണ്. ഒരുപാട് ബുക്കുകളുണ്ട്. അതുപോലെ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റായിട്ട് പോകുന്ന ഒരു ലൈബ്രറി ആട്ടോ. എല്ലാ ലൈബ്രറികളും ഇങ്ങനെയാണ്. പിന്നെ ഓസ്ട്രേലിയയുടെ ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രീ വൈഫൈ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ വൈഫൈ യൂസ് ചെയ്യാനും അവരുടെ വർക്ക് ചെയ്യാനും ഒക്കെ ഈ ലൈബ്രറിയാണ് ചൂസ് ചെയ്യാറ്. അതുപോലെ സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ കൂപ്പിരി പിള്ളേർ വരെ ഈ ലൈബ്രറി വന്നിരുന്നു. ഒരു വലിയ റഷായിട്ട് തന്നെ ഇങ്ങനെ പിള്ളേർ വന്ന് കയറുന്ന കാണാം കേട്ടോ. സ്കൂൾ വിടുന്ന സമയത്തെ വർക്ക് ചെയ്യാനായിട്ടൊക്കെ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ചെയ്യുന്നതാണ്. അതുപോലെ വലിയ ക്ലാസ് എടുക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. കാരണം അത്രയ്ക്ക് ഡിസിപ്ലിൻ ആട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല. ഇവിടെ എല്ലാവരും നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര കാമാൻ ക്വൈറ്റായതുകൊണ്ട് ഒരു തവണ പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നും. എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ പോയി ഇരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. അതുപോലെ നമ്മൾ ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നവരെ വൈഫൈ യൂസ് ചെയ്ത് വർക്കൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ കണ്ടോ. ഇവിടെ DVD കളക്ഷൻസൊക്കെ കണ്ടോ. ഒരുപാട് കളക്ഷൻസ് എന്ന് വെച്ചാൽ ഏത് സബ്ജക്റ്റ് വേണോ അതിൻ്റേതായ ബുക്കുകളോ DVDയോ എന്തുവാന്ന് വെച്ചാൽ നമുക്കത് ഇവിടെ കിട്ടും. അത് ഏത് ലാംഗ്വേജിന് വേണേലും കിട്ടും. പക്ഷേ മലയാളം ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനത് ഒത്തിരി തപ്പിയില്ല, അതുകൊണ്ടാണേ. പിന്നെ പ്രായമായവരൊക്കെ വന്നിരുന്ന് ബുക്ക് വായിക്കുന്ന കാണാം. അതുപോലെ കെയർ ഹോമിലൊക്കെ ഉള്ളവരല്ലേ, പ്രായമായ അമ്മച്ചിമാരൊക്കെ, നടക്കാൻ പറ്റുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ഹോബിയായിട്ട് ചിലപ്പോൾ ഈ ലൈബ്രറി വന്നിരുന്ന് ബുക്കൊക്കെ വായിക്കുന്ന കാണാം. സ്ഥിരമായിട്ട് ലൈബ്രറി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നിരുന്ന് വായിക്കാനോ അതുപോലെ വൈഫൈ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനോ ഒന്നും മെമ്പർഷിപ്പിൻ്റെ ആവശ്യമില്ല. ബുക്കൊക്കെ എടുത്തുകൊണ്ട് പോകാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മെമ്പർഷിപ്പ് വേണം കേട്ടോ. അതല്ലെങ്കിൽ ആർക്ക് വേണേലും ഇതിൽ വന്നിരുന്ന് പിന്നെ അതുപോലെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. നമുക്കിവിടെ വന്നിരുന്ന് ഇങ്ങനെ ഫോണൊന്നും വിളിക്കാനോ ഇരുന്ന് കത്തിയടിക്കാനോ ഒന്നും പറ്റിയല്ല കേട്ടോ. വർക്ക് ചെയ്യാനും ഒക്കെ അതിൻ്റേതായ ഡിസിപ്ലിനിൽ ഫോളോ ചെയ്ത് പോകുന്ന ലൈബ്രറികളാണ് കേട്ടോ. എനിക്ക് എന്താണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒരുപാട് ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ വരുന്നത് ബുക്ക് വായിക്കാനല്ല, ഞാൻ ചുമ്മാ വൈഫൈക്ക് വേണ്ടി വരുന്ന കേട്ടോ. ഞാൻ വന്നിരിക്കും, ഫോണിൽ കുത്തും, കുറച്ച് കഴിയുമ്പോൾ പോകും. പിന്നെ ഭയങ്കര ഒരു രസം, ഒരു ഭയങ്കര ശാന്തസുന്ദരമായ അന്തരീക്ഷമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോയിരുന്ന് ഫോണിൽ കുത്തുന്നതെന്ന് ഉള്ളത് വേറെ കാര്യം. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചില്ലേൽ വളയും, വായിച്ചാൽ വിളയും. അങ്ങനെ വിളയുന്നവരാണ് ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളവർ. എല്ലാവർക്കും റീഡിങ് ഭയങ്കരമായിട്ടുള്ള ഹോബിയാണ്. അതുപോലെ നോളജും അവർക്കുണ്ട്. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ പിള്ളേർ മുതൽ ഫോണിലാണ്. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും അതുപോലെ അത് ഫോളോ ചെയ്യാൻ കഴിയാത്തതൊക്കെയാണ് നമ്മുടെ പിള്ളേരൊക്കെ ഫുള്ളും ഫോണിലായതേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ലൈബ്രറി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിള്ളേരൊക്കെ പോയിരുന്ന് യൂസ് ചെയ്യത്തില്ലേ. വായിച്ചുകൊണ്ടേ ഇരിക്കൂ.